നിസ്കാരത്തിന്റെ പുണ്യവും പ്രതിഫലവും വർദ്ധിക്കുന്നത് അതിന്റെ ത്യാഗത്തിന്റെ വർധനവനുസരിച്ചല്ല, എണ്ണത്തിന്റെ വർധനവനുസരിച്ചല്ല, റക്അത്തുകളെ വർധനവനുസരിച്ചല്ല. വിശുദ്ധ റമദാൻ വരുന്നു. റമദാനിലെ സ്പെഷ്യൽ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. 20 റക്അത്തുകളാണ്. വലിയ വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. അതേ സമയത്ത് മറ്റു നിസ്കാരങ്ങളൊക്കെ ഇമാമ് നിസ്കരിക്കുകയാണെങ്കിൽ വളരെ ചെറിയ സൂറത്തോതി നിസ്കരിക്കേണ്ടതാണ്. ഇദാ സ്വല്ലാ അഹദുക്കും ലിന്നാസി, നിങ്ങളിൽ ഒരാൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയുഖഫിഫ്, അത് പരമാവധി ലഘൂകരിച്ച് നിസ്കരിക്കണം, പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കണം. ഫഇന്ന ഫീഹിം, കാരണം ജനങ്ങളിൽ അൽളഈഫ, ദുർബലരുണ്ട്, വസഖീമ, രോഗികളുണ്ട്, വദൽ ഹാജ, പല ആവശ്യങ്ങൾക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ പരിഗണിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കണം. അതേ സമയത്ത് ഇദാ സ്വല്ലാ അഹദുക്കും ലിനഫ്സി, നിങ്ങളിൽ ഒരാൾ സ്വന്തത്തിന് വേണ്ടി സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയുത്തമ്മിൽ മാ ശാഅ, ഉദ്ദേശിച്ചതുപോലെ നീട്ടി നിസ്കരിക്കാം. വലിയ വലിയ സൂറത്തുകൾ ഓതാം. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി ഓതിയിരുന്ന ചില സൂറത്തുകളുണ്ട്. പ്രത്യേകം സുന്നത്തായ ചില സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾ ഓതി നിസ്കരിക്കാൻ മഅ്മൂമീങ്ങളെ തൃപ്തിയോ സമ്മതമോ പരിഗണിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ തറാവീഹ് നിസ്കാരം അങ്ങനെയല്ല. വലിയ വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണം. എന്നാൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നതും ഫർള് നിസ്കാരത്തിന്റെ മുന്നിലും പിന്നിലും നിർവഹിക്കുന്ന റവാത്തിബ് നിസ്കാരങ്ങളും ഏറ്റവും പുണ്യമുള്ളതും പ്രതിഫലമുള്ളതും ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും ഈ റവാത്തിബ് നിസ്കാരങ്ങൾക്കാണ്. റവാത്തിബ് നിസ്കാരത്തിന്റെ പുണ്യവും പ്രതിഫലവും തറാവീഹ് നിസ്കാരങ്ങൾക്കില്ല. ഒരു ഇബാദത്തും നിസ്സാരപ്പെടുത്തുകയല്ല, നിസ്സാരപ്പെടുത്താനൊട്ട് പാടുമില്ല. അതേ സമയത്ത് റക്അത്തുകളെ എണ്ണമനുസരിച്ചോ ത്യാഗത്തിന്റെ വർധനമനുസരിച്ചോ അല്ല ഇബാദത്തിന് കൂലി കിട്ടുന്നത്. അതൊക്കെ റബ്ബിന്റെ ഔദാര്യമാ. ജുമുഅ നിസ്കാരമാണ് നിസ്കാരങ്ങളിൽ 5 നിസ്കാരങ്ങളിൽ ഏറ്റവും പുണ്യപ്പെട്ട നിസ്കാരം. ആ നിസ്കാരത്തിന്റെ മുൻപ് അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ 537 ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്. ആ ജുമുഅ നിസ്കാരങ്ങൾക്ക് മുമ്പ് മുത്തുനബി 2 ഖുത്ബയോദിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബയോദാതെ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുത്ബയോദാതെ ജുമുഅ നിസ്കാരം സഹിയാവുകയില്ല. മുത്തുനബി 2 ഖുത്ബയാണ് ഓതിയത്. ഒരു ഖുത്ബയുടെ ഇടക്ക് ഓതിത്തീർന്ന് തങ്ങൾ ഇരുന്നിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ 2 ഖുത്ബയോദണം. ഒരു നാട്ടിലുള്ള ആളുകൾ എല്ലാവരും പണ്ഡിതന്മാരാണ്, വിവരമുള്ളവരാണ്, ബോധമുള്ളവരാണ്, അറിവുള്ളവരാണ് എന്ന് കരുതി ഖുത്ബയോദാതെ നിസ്കരിക്കാൻ പറ്റുമോ? ആ മഹല്ലത്തിലെ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള മുസ്ലിം സഹോദരന്മാർ, അവിടുത്തെ സ്ഥിരതാമസക്കാരായ, നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും അറിയുന്ന, അക്ഷരത്തെറ്റില്ലാതെ ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയുന്ന
ആ 40 ആളുകൾ കേൾക്കും വിധത്തില് ഖത്തീബ് ഖുത്ബയോദണം. 39 ആളുകളാണെങ്കിലോ ജുമുഅ പറ്റുകയില്ല, ളുഹ്ർ നിസ്കരിക്കണം. 40 ആളുകളുണ്ട്, 39 ആക്കും ചെവി കേൾക്കുന്നുണ്ട്, ഒരാൾ ചെവി കേൾക്കാത്ത ആളാണ്. ജുമുഅ സഹിയാകൂല. എന്തേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണം. ദിക്ർ നിങ്ങൾ കേൾക്കണം, അല്ലാഹുവിനെ പറ്റി കേൾക്കണം, മുത്തുനബിയെ പറ്റി കേൾക്കണം, തഖ്വയെ നിങ്ങൾ കൊണ്ട് വസിയത്ത് ചെയ്യണം, നരകത്തെ കുറിച്ച് കേൾക്കണം, ആഖിറത്തെ കുറിച്ച് കേൾക്കണം, അല്ലാഹുവിനെ പറ്റി ഓർക്കണം. ആ ഓർക്കലില്ലാതെ, ഓർമ്മപ്പെടുത്തലുകളില്ലാതെ, ഖുർആൻ ഓതലില്ലാതെ, ദിക്റില്ലാതെ ജുമുഅ സഹീഹല്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല വിവരമുള്ളവരാണ്, എല്ലാവരും വലിയ പണ്ഡിതന്മാരാണ്. എന്നാ പിന്നെ ഉസ്താദേ ബോധണം, എല്ലാരും അത്യാവശ്യം വിവരമുള്ളവരാണ്. പോരാ, അതെന്താ? മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കണം, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം, അല്ലാഹുവിനെ കുറിച്ച് പറയണം, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തലുകൾ നടക്കണം. ഇതല്ലേ അതിന്റെ അർത്ഥം? ഓ സഹോദരന്മാരെ, അതാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ രോഗം ബാധിച്ചത്. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, അല്ലാഹുവിനെ പറ്റി കേൾക്കണ്ട, വഅദ് കേൾക്കണ്ട, ഉപദേശം കേൾക്കണ്ട, ഞങ്ങൾക്കൊന്നും അറിയണ്ട. പിരിവ് വേണോ തരാം, പള്ളി മോടി കൂട്ടാൻ വേണോ തരാം, അതേ ഭക്ഷണം വേണോ തരാം, എന്തും ഞങ്ങൾ തരാം. പക്ഷേ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല. ഇതല്ലേ ഇന്ന് മുസ്ലിം സമുദായത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുശ്ശീലം. ഒരു മഹല്ലത്തില് എത്ര ആളുകളാ ഇതൊക്കെ കേൾക്കാൻ തയ്യാറാകുന്നത്? ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തോട്, അമ്മാറത്തെന്ന നഫ്സിനോട് പറയലോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹനെ ഓർക്കണേ, അല്ലാഹനെ പറ്റി പറയണേ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ. അപ്പോഴേ നമ്മുടെ ആത്മാവ് സജീവമാവുകയുള്ളൂ, അപ്പോഴേ നമ്മുടെ ആത്മാവ് ശുദ്ധിയാവുകയുള്ളൂ.